മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ ഡിവൈഎഫ്ഐ നേതാവിന്റെ നേതൃത്വത്തില് നരനായാട്ട് കഴിഞ്ഞ രാത്രിയിൽ നടന്നിരിക്കുന്നു. നമ്മുടെ പ്രബുദ്ധ കേരളത്തില് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വളരെ വലിയ അതിക്രൂരമായ ആക്രമണം നടത്തിയിരിക്കുന്നു. സ്ത്രീകൾക്ക് നേരെ, സംഘത്തിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് നേരെയാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ നേതൃത്വത്തില് അതിക്രൂരമായ ആക്രമണം നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നൂറനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏത് പോലീസ്? പിണറായി പോലീസ് കേസെടുത്ത്. ഇത്രത്തോളം വിഷയങ്ങൾ നടന്നിട്ടും എന്തേ നമ്മുടെ കേരളത്തിലെ കണ്ണും കാതുമെന്ന് സ്വയം വിശേഷിപ്പിച്ച് അഹങ്കരിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഡിവൈഎഫ്ഐ നേതാവിന്റെ നേതൃത്വത്തിൽ, ഡിവൈഎഫ്ഐക്കാരുടെ നേതൃത്വത്തില് കരോൾ സംഘത്തിന് നേരെ ആലപ്പുഴയില് ആക്രമണം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തേ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല? അല്ല, ഇവരൊക്കെ നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയില് ഏതെങ്കിലും പട്ടി ചത്താലും വാർത്ത കൊടുക്കുക എന്നുള്ളത് മാത്രമാണോ ഇവരുടെയൊക്കെ ഒരു അജണ്ട എന്നുള്ളത് ബോധമുള്ള, വിവേകമുള്ള, വിവരമുള്ള ഓരോ മലയാളിയും 1000 തവണ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തില് കരോൾ സംഘത്തിന് നേരെയ ആക്രമണം നടന്നിട്ടുള്ളത്. സ്ത്രീകൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ വീഡിയോ ഒക്കെ കൊടുക്കുന്നതില് പരിമിതികൾ ഉണ്ടായതുകൊണ്ടാ വീഡിയോകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അത്രത്തോളമുള്ള ആക്രമണമാണ് ഇവരുടെയൊക്കെ നേതൃത്വത്തില് നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പിണറായി പോലീസ് കേസെടുത്തതിലെ FIR ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പിണറായി പോലീസ് എടുത്ത കേസാണല്ലോ, പക്ഷെ വളരെ വളരെ ചെറിയ രീതിയിലുള്ള വകുപ്പുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഏത് സമയത്തും ഊരിപ്പോരാൻ സാധിക്കുന്ന തരത്തിൽ. എന്നിട്ട് പോലും FIR-ൽ എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഒരു ഉള്ളടക്കം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആവലാതിക്കാരനും സംഘവും അംഗങ്ങളായുള്ള യുവാ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ പ്രതികൾ ചീത്ത പറഞ്ഞ് ചോദ്യം ചെയ്തതിലുള്ള വിരോധം നിമിത്തം ഈ ആവലാതിക്കാരനെയും സംഘത്തെയും കഠിന ദേഹോപദ്രവവും ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 1 മുതൽ 10 വരെ പ്രതികളും കണ്ടാലറിയുന്ന 5 ഓളം പ്രതികളും ന്യായവിരോധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും ഈ സംഘത്തിലെ അംഗങ്ങളാണെന്നുള്ള അറിവോടുകൂടി തങ്ങളുടെ പൊതു ഉദ്ദേശകാര്യ സാധ്യത്തിനായി മരണകാരമായ അംഗങ്ങളാണെന്നുള്ള വടിയും തടിക്കഷ്ണങ്ങളും കയ്യിൽ കരുതി 24/12/2025 രാത്രി 10:50 മണിക്ക് ആവലാതിക്കാരന്റെയും മറ്റ് സമീപത്ത് വന്ന പ്രതികൾ ആവലാതിക്കാരനെയും മറ്റും അസഭ്യം വിളിച്ചത് എന്ന്, അസഭ്യം വിളിച്ചു, നിന്നെയൊക്കെ ഭൂമിയിൽ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ സമയം ആവലാതിക്കാരൻ പ്രശ്നമുണ്ടാക്കരുതെന്ന് വിളിച്ചു പ്രതികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച സമയം 1-ാം പ്രതി അടിച്ചു കൊല്ലട അവനെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് 1-ാം പ്രതി തന്റെ കയ്യിൽ കരുതിയിരുന്ന കമ്പി വടി കൊണ്ട് ആവലാതിക്കാരന്റെ തലക്ക് നേരെ അടിച്ചും അടികൊണ്ട ആവലാതിക്കാരന്റെ ഇടത് പുരികത്തിന് ആഴത്തിലുള്ള മുറിവ് ഉണ്ടാക്കുന്നതിനും അടിയുടെ വേദന കൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞ ആവലാതിക്കാരനെ 1-ാം പ്രതി വീണ്ടും ആവലാതിക്കാരന്റെ തലയുടെ പിന്നിലടിച്ചും തിരിഞ്ഞു നോക്കിയ ആവലാതിക്കാരനെ കമ്പിവടി ഉയർത്തി 1-ാം പ്രതി നിന്നെ കൊല്ലുമട ഡാഷ് എന്നും അസഭ്യം പറഞ്ഞു. ഈ 2 മുതൽ 10 വരെ പ്രതികൾ ചേർന്ന് കണ്ടാൽ അറിയാവുന്ന ഒരാൾ ആവലാതിക്കാരന്റെ ചുണ്ട് ഭാഗത്ത് ഇടിച്ച് വേദനിപ്പിച്ചു. 1 മുതൽ 15 വരെ പ്രതികൾ ചേർന്ന് ഉപദ്രവിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് പ്രതികൾ മേൽ വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പിണറായി പോലീസ് പരമാവധി കുറച്ചിട്ട് പോലും തലക്കടിച്ചതും പുരികത്തിന് പറ്റിയതും ചുണ്ടിന് പരിക്കുള്ളതോ തെറിവിളികൾ വിളിച്ചതും അവര് പോലും എഴുതേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ക്രൂരമായ ആക്രമണമായിരിക്കും ഒരു കരോൾ സംഘത്തിന് നേരെ ഡിവൈഎഫ്ഐ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്? അല്ല, ഈ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജൊക്കെ പാലക്കാട് 2500
സ്ഥലങ്ങളിൽ ക്രിസ്മസ് സംഘം ആഘോഷം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധമായിട്ട് ഈ രംഗത്ത് എത്തിയിട്ടുണ്ടല്ലോ. ആദ്യം സ്വന്തം അണികളോട് ഇവിടെ മതങ്ങളുടെ ആഘോഷങ്ങൾക്ക് നേരെയൊന്നും ക്രൂരതകൾ നടത്തരുത് എന്നൊന്നും മാത്രം സനൂജൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഇവിടെ മതവിശ്വാസികൾക്ക്, ഇവിടെ നാനാ മതങ്ങളിലുള്ള, ഒരുപാട് മതങ്ങളിലുള്ള വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു മണ്ണ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അവിടേക്ക് ഈ കമ്മ്യൂണിസവും തലക്ക് പിടിച്ച് മതമില്ല എന്ന് പറഞ്ഞ് ഈ മതവിശ്വാസികളെ ഉപദ്രവിക്കരുതേ എന്ന് മാത്രമാണ് ബോധമുള്ള ഓരോ മലയാളിക്കും ഡിവൈഎഫ്ഐ നേതാവിനോടൊക്കെ പറയാനുള്ളത്. ഇപ്പൊ ഡിവൈഎഫ്ഐ നേതാവ് സനോജ് മറ്റൊരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഭാഗം വായിച്ചു കേൾപ്പിക്കാം. RSSന് ദേശീയ അധികാരം കിട്ടിയപ്പോൾ ഇന്ത്യയിൽ എന്താണോ സംഭവിച്ചത് അതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ദേശീയ അധികാരം കിട്ടിയപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്. മതരാഷ്ട്രവാദം ഏതു തന്നെയായാലും സാധാരണ മനുഷ്യർക്ക് ദുരിതം മാത്രമാണ് നൽകുന്നത് എന്നാണ് ഇന്ത്യയും ബംഗ്ലാദേശും നമ്മളോട് പറയുന്നത്. ബംഗ്ലാദേശില് അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും അവിടെ ജീവിക്കാൻ പോലും സാധിക്കുന്നില്ല. പച്ചക്ക് അവിടെ കത്തിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തില്. എന്നിട്ട് ആ വിഷയം ഒന്ന് പറയാന്, ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇവിടെ RSSനെ കൊണ്ടുവരിക. ഈ RSS ഈ രാജ്യം ഭരിക്കൽ തുടങ്ങിയിട്ട് 3ാം ടേം ആവുക. എന്നിട്ട് ഇവിടെ ബംഗ്ലാദേശിൽ ഉള്ളതുപോലെയാണെന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ പാർട്ടിയിലെ ബോധമുള്ള ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ നിന്നെയൊക്കെ കാർക്കിച്ച് തുപ്പോ. എന്നിട്ടല്ലേ മറ്റുള്ള ആളുകള്, ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയാണ് ഇന്ത്യയിലെ RSS എന്നൊക്കെ. എത്ര സമാധാനത്തിൽ, എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഡിവൈഎഫ്ഐയുടെ ആക്രമണങ്ങൾ, ഈ കരോൾ സംഘത്തിന് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ ഒന്ന് ഡിവൈഎഫ്ഐ ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഒന്ന് അടങ്ങി നിന്നാൽ മാത്രം മതി. ഇവിടെയുള്ള സുഡാപ്പികളൊന്ന് അടങ്ങി നിന്നാൽ മാത്രം മതി. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നതിന് ബാലൻസ്. എന്തേ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയാണോ ഡിവൈഎഫ്ഐയെയും നിയന്ത്രിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതൊരു പരമ യാഥാർത്ഥ്യ. ഇനി ഡിവൈഎഫ്ഐനെയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയാണോ നിയന്ത്രിക്കുന്നത്? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പറയുകയാണെങ്കിൽ പകരം RSSനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പിണങ്ങുമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഈ സനൂജിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? എന്തൊരു ഗതികേടിലാണ് ഇവിടെയുള്ള ഇടതുപക്ഷ യുവജന സംഘടനയ്ക്ക് മുന്നോട്ട് പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ക്രൂരതകളെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോലും ആവാത്ത വിധം കേരളത്തിലെ ഈ കമ്മ്യൂണിസം യുവജന സംഘടനയ്ക്ക് എത്തി എന്നുള്ളത് എത്ര പരിതാപകരമാണ് സനൂജെ. എന്തൊരു നെറികേടാണിത്. സകല ആളുകളും തിരിച്ചറിയാ. ഇവിടെ കരോൾ സംഘത്തിന് നേരെ ഡിവൈഎഫ്ഐ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന നരനായാട്ടിനെ കുറിച്ചൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ഈ ഒരു സമയം വരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയണം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ സുഡാപ്പി, പോപ്പുലർ ഫ്രണ്ട്, കമ്മി, ഈ കൊങ്ങി, ഈ സംവിധാനത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്നും സകലരും തിരിച്ചറിയുക.